കുട്ടിയുടെ അച്ഛനും അമ്മയും പ്രായം അവരെ കൊണ്ട് കളയുമോ? കഴിഞ്ഞ ദിവസം വേറൊരു കമന്റ് കണ്ടേ, രേണുസുതിന് തൊലിയൊന്നും കിട്ടുമോ ഒരു ബുള്ളറ്റ് പ്രൂഫ്? അത് ഇവരുടെ വിചാരം ഈ കുറെ എണ്ണം എടി നിന്റെ പേര് രേഷ്മാന്നല്ലോ, നീ അത് എന്തിനടി മറച്ചു വെക്കുന്നു, നീ രേണുന്നിടടി, രേണുന്ന് ഇട്ടാ മതിയടി. എന്റെ ശരീരത്തെ ഞാൻ മാനിക്കുന്നു, സ്നേഹിക്കുന്നു. മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഒരിക്കലും ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. രേണുസുതി നല്ലല്ലോ, ഒറിജിനൽ പേര് രേഷ്മ തങ്കച്ചൻ എന്നാണ്. രേണുസുതി ഞാൻ പുതിയതായിട്ട് ഉണ്ടാക്കിയ പേരാണെന്നൊക്കെയാണ് സോഷ്യൽ മീഡിയയിൽ കുറെ കമന്റ്സ് കണ്ട്. അതെനിക്ക് പറയണം. നീ രേഷ്മ പി തങ്കച്ചൻ എന്ന് പറഞ്ഞാൽ മതി. ഞാൻ ചോദിക്കട്ടെ, നമ്മളൊരു കുഞ്ഞ് ജനിച്ചാൽ അവന് പേരിടും, അല്ലെ അവൾക്ക് പേരിടും, അത് പേരിടൽ ചടങ്ങല്ലേ? അതെ. അന്ന് ഈ ഞാൻ കുഞ്ഞായിരുന്നല്ലോ ആദ്യം, ഇപ്പം അമ്മച്ചിയായിട്ട് വന്നല്ലോ, എഴുന്നേറ്റ് വന്നല്ലോ, ഞാൻ കുഞ്ഞു ആവയായിരുന്നപ്പം എനിക്കിട്ട പേരാണ് രേണു. രേണു, അത് ഞാൻ സത്യാവസ്ഥ പറയട്ടെ, രേണു. എന്റെ അമ്മയുടെ ചേടത്തിന്റെ മകൻ എനിക്കിട്ട പേരാണ് രേണു. ഓക്കെ, ആ പേര് എല്ലാവർക്കും ഇഷ്ടപ്പെട്ട്. രേണു എന്ന കുഞ്ഞിനെ ഇഷ്ടപ്പെട്ട് വളർത്തി അവളെ 1ാം ക്ലാസ്സിലോട്ട് ചേർക്കാൻ 5 വയസ്സേ ഉള്ളേ. അപ്പൊ 1ാം ക്ലാസ്സിലോട്ട് ചേർക്കാൻ വന്നു. അപ്പം ടീച്ചർ പറഞ്ഞു 5 വയസ്സല്ലേ ഉള്ളു കുട്ടിക്ക്, അപ്പൊ 1ാം ക്ലാസ്സിൽ വെറുതെ ഇരുത്താം. അങ്ങനെ പണ്ടൊരു ചടങ്ങുണ്ടായിരുന്നേ, നമ്മള് 1991 കിഡ്സ് ഒക്കെയാണ്. അപ്പൊ 1ാം ക്ലാസ്സിൽ വെറുതെ ഇരുത്താം. അപ്പൊ ഒരു വർഷം വെറുതെ ഇരുന്ന് അമ്മ കൊണ്ടുവിടുമ്പോ കരയുന്നു, അതൊക്കെ സ്വാഭാവികം. ഇതെല്ലാം കഴിഞ്ഞിട്ട് അടുത്ത 6 വയസ്സായപ്പം ടീച്ചർ, അപ്പൊ അമ്മയുടെ കൂട്ടുകാരത്തി ബെസ്റ്റ് ഫ്രണ്ടാണ് ക്ഷേമ ടീച്ചർ, എന്നെ 1ാം ക്ലാസ്സിലൊക്കെ പഠിപ്പിച്ച ടീച്ചർ. അവിടുത്തെ HM ആയിരുന്നു ടീച്ചർ. CMS LP സ്കൂള് കണ്ണഞ്ചിറയിലെ HM ആയിരുന്നു. അപ്പൊ HM വന്നിട്ടുണ്ട്, ഇവിടെ നമുക്ക് രേണു എന്ന് വിളിക്കണം, രേഷ്മ എന്നിട്ടാലോ പേര്, ഒഫീഷ്യൽ നെയിം. അപ്പൊ അമ്മയൊക്കെ പിന്നെ ശരി ഇട്ടോ, എനിക്ക് രേഷ്മ എന്നുള്ള പേര് ഇഷ്ടമല്ല, ശരി ഇട്ടോ. അങ്ങനെയാണ് രേഷ്മ പി തങ്കച്ചൻ എന്ന പേര് വന്നത്. അല്ലാതെ പുതിയതായിട്ട് രേണു എന്നുണ്ടാക്കിയ പേരല്ല. രേണു എന്ന് എനിക്ക് ജനിച്ചപ്പോ അല്ലെങ്കിൽ പേരിടൽ കർമ്മത്തിൽ ഇട്ട പേരാണ് രേണു. അത് തന്നെ മുന്നോട്ട് പോയപ്പോ സുധിച്ചേട്ടൻ രേണു, എല്ലാവർക്കും അറിയുന്ന രേണു. ക്ലാസ്സിൽ മാത്രം രേഷ്മ എന്ന് വിളിക്കും, അടുത്തുള്ളവര് രേഷു എന്ന് വിളിക്കും. എന്നിട്ട് അവര് പറഞ്ഞ രേഷ്മ എന്നുള്ള പേര് ഞങ്ങൾ അത് രേണു എന്നേ വിളിക്കത്തുള്ളൂ. രേണുസ എന്ന് എല്ലാവരും വിളിക്കുന്നത്. രേഷ്മ എന്നുള്ള പേര് ടീച്ചർമാര് ഹാജർ വിളിക്കുമ്പോൾ എന്റെ പേര് രേഷ്മ എന്നാണ്, പ്രസന്റ് ടീച്ചർ. അതുപോലെ ഒപ്പിടാനായിട്ട് രേഷ്മ. അപ്പൊ അതുപോലെ രജിസ്റ്റർ മാരേജ് ചെയ്തപ്പോ സൂചിച്ചിട്ട് രേഷ്മ ആരാ? ഏട്ടാ ഇത് ഞാനാ, മാവക്കുട്ട നിനക്ക് ഇങ്ങനെ ഒരു പേരുണ്ട്. ശരി, ഇത് ഒഫീഷ്യൽ നെയിം. അപ്പൊ എന്നോട് ചോദിക്കുകയാണ്, എടി രേഷ്മ എന്ന് വേണ്ട, രേണു മതി, എടി മാവക്കുട്ട രേണു മതി. അപ്പൊ ആർക്കും ഇഷ്ടം രേണു എന്നാണ്. പിന്നെ എന്റെ ഇഷ്ടമല്ല എന്റെ പേര് രേണുസുതി, അത് എല്ലാരും അറിയപ്പെടുന്ന രേണു. ഒഫീഷ്യലായിട്ട് ഇപ്പൊ എന്റെ ഒരു ആധാർ കാർഡ് രേഷ്മ പി തങ്കച്ചൻ. അത് ഇവരുടെ വിചാരം ഈ കുറെ എണ്ണം എടി നിന്റെ പേര് രേഷ്മ എന്നല്ലോ, നീ അത് എന്തിനടി മറച്ചു വെക്കുന്നു, നീ രേണുന്നിടടി, രേണുന്ന് ഇട്ടാ മതിയടി. എനിക്ക് രേഷ്മ ഇഷ്ടമല്ല, രേണു എനിക്ക് ഇഷ്ടപ്പെട്ടു. നല്ല പേരാണോ? രണ്ടും നല്ല പേരാ. ഓക്കെ, അതിന്റെ ക്ലാരിഫിക്കേഷൻ എന്തായാലും നടത്താം. അതെ അതെ അതെ, തീർച്ചയായിട്ടും. ഫ്ലവേഴ്സ് ചാനലുമായിട്ടാണല്ലോ ഏറ്റവും കൂടുതൽ കണക്ഷൻ ഉള്ളത്. ഫ്ലവേഴ്സ് ചാനൽ എന്ന് പറയുന്നത് സുധിച്ചേട്ടന്റെ കുടുംബമാണ്, സുധിച്ചേട്ടന്റെ ഫാമിലിയാണ്. എന്ത് വന്നാലും സുധിച്ചേട്ടൻ ഫ്ലവേഴ്സ് വിട്ട് പോകത്തില്ല, 24 വിട്ട് പോകത്തില്ല എന്ന് പറഞ്ഞ സുധിച്ചേട്ടൻ അവസാന നിമിഷം വരെ 24ന്റെ പ്രോഗ്രാം കഴിഞ്ഞാണ് തിരിച്ച് മരണത്തിലേക്ക് പോയത്. സുധിച്ചേട്ടൻ അവിടെ വിട്ട് പോകൂല, അതാണ് സുധിച്ചേട്ടൻ. അതില് ഉണ്ടായിരുന്ന ആളുകളൊക്കെ ഉണ്ടല്ലോ, കൂടെ വർക്ക് ചെയ്തിരുന്ന നോബിച്ചേട്ടൻ, സഹപ്രവർത്തകര്, അവരുമായിട്ട് ഇപ്പോഴും കോണ്ടാക്ട് ഉണ്ടോ? ഞാനോ സത്യം പറഞ്ഞാ ഇല്ല. നോബിച്ചേട്ടൻ വല്ലപ്പോഴും വിളിക്കും, മക്കൾ എന്തിയെ, മോളെ സുഖമാണോ, അല്ലെങ്കിൽ എന്തെങ്കിലും എവിടെയാണ് സുഖമാണോ, കുഞ്ഞുങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു. നോബിച്ചേട്ടൻ ഇടയ്ക്ക് വല്ലപ്പോഴും വിളിക്കത്തില്ല, മെസ്സേജ് അയച്ചു അല്ലെങ്കിൽ ചോദിക്കും. പിന്നെ അതുപോലെ ബിനുചേട്ടന്റെ വൈഫ്, ബിനു അടിമാലിച്ചേട്ടന്റെ വൈഫ്, ബിനുചേട്ടൻ വിളിച്ചിട്ടുമില്ല, വിളിച്ചിട്ടുമില്ല കേട്ടോ. നമ്മൾ വിളിക്കാത്ത കാര്യം, ബിനുചേട്ടന്റെ വൈഫ് വല്ലപ്പോഴും മെസ്സേജ് അയക്കും. പിന്നെ ആരാ, പിന്നെ ലക്ഷ്മിയായിട്ട് കോണ്ടാക്ട് ഉണ്ടായിരുന്നല്ലോ, അനുമോളുമായിട്ട് വല്ലപ്പോഴും മെസ്സേജ് അയക്കും, വിളിക്കും. ശ്രീവിദ്യയായിട്ട് വല്ലപ്പോഴും മെസ്സേജ് അയക്കുമായിരുന്നു. പിന്നെ ഈ കഴിഞ്ഞിടയ്ക്ക് ശ്വാസിക, എന്റെ നമ്പർ അറിയില്ല, ശ്വാസിക എനിക്ക് ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ്, ശ്വാസിക എടി നീ ഇപ്പൊ ഹാപ്പി ആയിട്ട് പോകുന്നല്ലോ, എനിക്ക് സന്തോഷമുള്ളൂ, നീ കലാകാരി ആയല്ലോ, നിന്റെ ഓരോ ഇതും അടിപൊളിയായിട്ട് പോട്ടെ. അവള് നല്ല സപ്പോർട്ട് എനിക്ക് മെസ്സേജ് അയച്ചു കേട്ടോ. ഞാൻ ഞെട്ടിപ്പോയി. ശ്വാസിക അവനെടി സന്തോഷമായിട്ട്, നിന്റെ കല്യാണം കഴിഞ്ഞെന്ന് അറിഞ്ഞു, സന്തോഷമായിട്ടിരിക്കും മോളെ, ഹാപ്പി. അപ്പൊ അവൾ ഇങ്ങോട്ടും പറഞ്ഞു, എടി നീ നന്നായിട്ട് പോടി, ഞങ്ങൾ അങ്ങേടി പോടി എന്നായിരുന്നു വിളിച്ചത്, നന്നായിട്ട് പോടി രേണു, അടിപൊളിയായിട്ട് പോട്ടെ എന്നാണ് ശ്വാസിക. വേറെ ആരാ മെസ്സേജ് ഇങ്ങനെ? വേറെ ആരും എനിക്ക് തോന്നുന്നില്ല. പിന്നെ തങ്കച്ചേട്ടൻ്റെ ഒരു പോസ്റ്റ് ഞാൻ ഈ കഴിഞ്ഞ ദിവസം കണ്ടായിരുന്നു. ആള് വിളിക്കും പറയൊന്നുമില്ല. കഴിഞ്ഞ ദിവസം ഒരു പോസ്റ്റ് കണ്ടായിരുന്നു, ഇത് രേണുസുതി ചെയ്യുന്ന എന്താണ് തെറ്റ്, അവർ അഭിനയിക്കട്ടെ, അങ്ങനെ ഒരു സംഭവം കണ്ട. നമ്മൾ സപ്പോർട്ട് ചെയ്യുന്നുണ്ട്, ഒത്തിരി സന്തോഷം. നമ്മൾ എപ്പോഴും വിളിച്ചോണ്ടിരിക്കാൻ അവർക്കും തിരക്കല്ല. ഞാൻ അവര് ഒരിക്കലും അങ്ങനെ 24 മണിക്കൂർ സുധിച്ചേട്ടന്റെ വൈഫ്, സുധിച്ചേട്ടന്റെ മക്കളെന്ന് പറഞ്ഞാൽ അവർക്ക് ഇരിക്കാൻ പറ്റുമോന്നേ ഇല്ല. പിന്നെ നമ്മളെ കഴിഞ്ഞ ദിവസം ഇപ്പൊ സ്ഥിരമായിട്ട്, കഴിഞ്ഞ ദിവസം എന്ന് പറയാൻ പറ്റില്ല, ഇപ്പൊ സ്ഥിരം എല്ലാ ദിവസവും വന്നോണ്ടിരിക്കുന്നതാണല്ലോ
ഈ ഫോട്ടോഷൂട്ട് ഇച്ചിരി എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഫോട്ടോഷൂട്ടൊക്കെ കാണാൻ നല്ല ഭംഗിയാണ് കേട്ടാ. ഞാൻ സത്യം പറഞ്ഞാൽ കണ്ടു നോക്കിയിട്ടുണ്ട്, നല്ല ഭംഗിയുണ്ടല്ലോ. അയ്യോ നമുക്ക് ഞാനൊക്കെ ഇങ്ങനെ വീർത്ത് വണ്ണം വെച്ചൊക്കെ ഇരിക്കും. അല്ല ഇതെങ്ങനെ ഇത്രയും മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ളത് ഇന്നത്തെ ഭക്ഷണ രീതി കണ്ടപ്പോ എനിക്ക് മനസ്സിലായി. അതെ അതെ അതെ, വളരെ വളരെ ലിമിറ്റഡ് ആയിട്ട് ഫുഡ് കഴിച്ച് സാധാരണ ലിമിറ്റഡ് എന്ന് പറയാം, അതിനപ്പുറമാണ് ഞാൻ. അതല്ലേ, അത് തീരെ കുറച്ചാണ് ഭക്ഷണം കഴിക്കുന്നത്. ഭക്ഷണം കുറച്ചൊക്കെ കഴിക്കണം കേട്ടോ, തീരെ കഴിക്കാതിരുന്ന ഇങ്ങനെ. പക്ഷെ നേരിട്ട് കാണുമ്പോൾ ഈ കഴിക്കാത്ത ആളൊന്നും തോന്നത്തില്ല. പിന്നെ ഈ പറയുന്ന പോലെ ബോഡി ഷേമിങ്ങിനുള്ള ഒന്നും തന്നെ ഞാൻ കണ്ടില്ല. മൊത്തത്തില് പലതരത്തിലുള്ള കമന്റുകൾ കാണാറുണ്ട്. ചില കമന്റ്സ് ഒക്കെ ഇങ്ങനെ ഹൈലൈറ്റ് ചെയ്ത് എടുത്തു വെച്ചിട്ട് വരെയൊക്കെ ട്രോളുകൾ ഇറങ്ങാറുണ്ടല്ലോ. അതുപോലെ ഒന്നും എനിക്ക് ഫീൽ ചെയ്തില്ല. എനിക്കെന്നല്ല, നമുക്ക് കണ്ടവർക്ക് ആർക്കും ഫീൽ ചെയ്തില്ല എന്നുള്ളതാണ് ഞങ്ങളുടെ പേഴ്സണൽ അഭിപ്രായം കേട്ടോ. അപ്പൊ ഇനി അത് കേട്ടിട്ട് എന്തെങ്കിലും ഫീലും വളരെ മോശമായിട്ട് ഫീൽ ചെയ്തിട്ടുണ്ടോ എപ്പോഴെങ്കിലും? വൾഗാരിറ്റി എങ്ങനെ, എന്തിനാണ് ഇങ്ങനെയൊക്കെ എക്സ്പോസ് ചെയ്ത് ഫോട്ടോഷൂട്ട് ചെയ്യുന്നതെന്നുള്ള ചോദ്യങ്ങൾക്ക്, അല്ലെങ്കിൽ അങ്ങനത്തെ റെസ്പോൺസസിന്, കമന്റ്സിനൊക്കെ? ഞാൻ പറഞ്ഞ പോലെ കമന്റ്സ് എനിക്ക് വിഷയമല്ല. പിന്നെ കാണുമ്പത്തേന് ചില സമയം അത് എനിക്കങ്ങനെ തോന്നിയത് ഫോട്ടോഷൂട്ടിന്റെ അല്ല, ഫോട്ടോഷൂട്ടിനെയും കാണുന്നുണ്ട്. അവരുടെ വയറ് എന്നൊക്കെ വെച്ച് പറയുന്നവരുടെ വയറൊന്ന് കാണിക്കണം. അവരെ കുറ്റപ്പെടുത്തിയതല്ല, അവരുടെ വർത്താനം കേട്ടിട്ട് ഞാൻ പറഞ്ഞതേ ഉള്ളൂ. അപ്പൊ അതിന് ഒരുപാട് നെഗറ്റീവ് കമന്റ്സ് ആണ്, കൂടുതലായിട്ട് നെഗറ്റീവ് കമന്റ്സ് ആണ് അതിൽ വന്നത്. എന്തിനാണ് ഒരു ശ്രുതി പോയ ശേഷം രേണു ഇങ്ങനെ കാണിക്കുന്നു, അങ്ങനെ കാണിക്കുന്നു എന്നുള്ള കമന്റ്സ്. അപ്പൊ ഇതില് ഈ എക്സ്പോസ് ചെയ്തൊക്കെ തുടങ്ങിയത് ഇനി ഇതിൽ പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണോ എന്നൊരു സംശയം കേട്ടോ. സ്വാഭാവികമായിട്ടും ആളുകൾക്കുള്ള സംശയമാണ്, ഞാൻ ചോദിച്ചതേ ഉള്ളൂ. അതിലെന്ത് മറുപടിയാണ് കൊടുക്കാനുള്ള? അത്യാവശ്യം എന്താ പറയാ, ആ ഫോട്ടോഷൂട്ട് കണ്ടിട്ട് കുട്ടിയുടെ പേഴ്സണൽ അഭിപ്രായം പറയും. എന്താണ്, അത്യാവശ്യം നല്ല ഫോട്ടോ അല്ലേ? അതെ, നല്ല ഭംഗിയുള്ള ആകാര വഴിയുള്ള എനിക്കിഷ്ടമായി കേട്ടോ. ഞാൻ പേഴ്സണലി കാണാൻ ചൂസ് ചെയ്യുന്ന ഡ്രസ് ആണെങ്കിലും ഭംഗിയുള്ളതാണ്. വൃത്തികേടായിട്ടൊന്നും എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. ഞാൻ ഇപ്പൊ സോഷ്യൽ മീഡിയ ഇപ്പൊ ചോദിച്ച ചോദ്യം ഞാൻ സോഷ്യൽ മീഡിയയിൽ പിടിച്ചു നിൽക്കാനാണോ? അല്ല, ഒരിക്കലുമല്ല. നമുക്ക് വരുന്നത് ഒരു ജോലിയുടെ ഭാഗമായിട്ട് അല്ലെങ്കിൽ ഒരു പാഷന്റെ ഭാഗമായിട്ട് ഞാൻ ഏറ്റെടുക്കുന്നു. എനിക്ക് കംഫോർട്ടാണോ ഇത്, ഓക്കെ, ഞാൻ ആ ഡ്രസ്സ് ഇപ്പം അതിന് മുന്നേ റെഫറൻസ് കാണിക്കുമല്ലോ. ഓക്കെ ചേച്ചി ഇതാ ചെയ്യാൻ പോകുന്നത്, ഓക്കെ ഇത് ഓക്കെ അല്ലേ? ആ ഓക്കെ, ഡ്രസ്സ് അതുപോലെ ചെയ്യും, ഇട്ട് നോക്കി എനിക്ക് കംഫോർട്ടാണെങ്കിൽ ഞാൻ ഓക്കെ ആണ്. ഇനിയിപ്പോൾ ഇതിനപ്പുറം ഇനി വേറെ എക്സ്പോസ് ചെയ്യുന്ന എനിക്ക് കംഫോർട്ടബിൾ ആണോ ഞാനത് ചെയ്തിരിക്കാം. അല്ലാതെ സോഷ്യൽ മീഡിയയെ പിടിച്ച് നിൽക്കാനോ ഒന്നുമല്ല. എൻ്റെ ജോലി അതാണ്, ഞാൻ ചെയ്യും. അപ്പം പറയോ അവൾ കണ്ടുവച്ചാൽ മതി, കുശുമ്പുള്ളവർ പറഞ്ഞോണ്ടിരിക്കട്ടെ എന്നേ. ഇപ്പൊ നിങ്ങളെപ്പോലുള്ള നല്ല ഒരു 10 പേരെ നല്ല ഭംഗിയുണ്ട് രേണു എന്ന് പറഞ്ഞാൽ എനിക്കറിയാം സത്യം ഭംഗിയുണ്ടെന്ന്. എന്റെ ശരീരത്തെ ഞാൻ മാനിക്കുന്നു, സ്നേഹിക്കുന്നു. മറക്കേണ്ട കാര്യങ്ങളൊക്കെ മറച്ചിട്ട് തന്നെയാണ് ഞാൻ കാണിക്കുന്നത്. ഇപ്പൊ അങ്ങനെ ഇപ്പൊ ബിക്കിനി ഷൂട്ട് നടത്തുന്നവരില്ലേ കേരളത്തിൽ തന്നെ ഇല്ലേ? ഇല്ലേ? ഒരിക്കലും അവരെ കുറ്റം പറയുന്നല്ല, അവരുടെ ഇഷ്ടമാണ്. അതെ, അതൊരു പാവം രേണുസുതി ആയപ്പോഴാണ് പ്രശ്നം. അതാണ്, ബിക്കിനി ഷൂട്ട് ഞാൻ ചെയ്തിട്ടില്ല ഇനി. ഇല്ല, സോറി, ചെയ്യാൻ താല്പര്യം ചെയ്യാമെന്നാണോ? നമുക്ക് പിന്നീട് അറിയിക്കാം. ശരി ശരി. അപ്പൊ അല്ല, ഞാൻ പറഞ്ഞു വന്നത്, നമുക്ക് ആ ഒരു നമ്മുടെ സ്വാതന്ത്ര്യമാണ്, നമ്മൾ എന്ത് ധരിക്കണം, നമ്മുടെ ഇഷ്ടമാണല്ലോ. അപ്പൊ അതിൽ ഈ ആൾക്കാര് കുശുമ്പ് കൊണ്ട് തന്നെ സംസാരിക്കുന്നത് തന്നെ പറ. കുശുമ്പ് അസൂയക്ക് മരുന്നില്ല മക്കളെ, മരുന്നില്ല. അപ്പൊ ഇവളെ കണ്ടിട്ട് പല്ലി പല്ലി തന്നെ എന്നെ വിളിക്കണേ. ഇതേ പല്ലി എലി. ഇന്നലെ ഒരു സാധനം ഇറങ്ങിയടെ, മറ്റേ കടൽ കുതിര മുഖം. കടൽ കുതിര. ഇവരൊക്കെ ഇത്ര ക്രിയേറ്റിവിറ്റി അല്ലെ, ചിന്തകൾ. പക്ഷെ എനിക്ക് ഒരു കാര്യം ഞാൻ പറയട്ടെ, ഇതൊക്കെ കേൾക്കുമ്പോ ഇവരുടെ വിചാരം ഓ രേണുസുതി അങ്ങ് തീർന്നു. എനിക്ക് സന്തോഷമാണ് ഗൈസ്. കാരണം എന്നാന്ന് ചോദിച്ചാ, ഈ പല്ലി ഈ എലിയൊക്കെ ഓരോ ജീവികളല്ലേ. അവര് നമ്മുടെ കൂടെ അല്ല എങ്കിലും നമ്മുടെ ഈ ഭൂമിയിൽ ജീവിക്കുന്ന ജീവികളല്ലേ, മിണ്ടാപ്രാണികളല്ലേ. അവരെ പോലെ ഞാനിരിക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ എന്തിനാണ് സങ്കടപ്പെടുന്നത്? എനിക്ക് സന്തോഷമേ ഉള്ളൂ. അവര് സന്തോഷിക്കൂ. രേണുസുതിയെ പോലെ സുന്ദരി സുന്ദരന്മാർ വായിക്കോട്ടെ. പറയുവേ, പാറ്റയ്ക്കും പല്ലിക്കൊക്കെ വായ ഉണ്ടായിരുന്ന അവര് ചിലപ്പോ പറഞ്ഞേനെയോ രേണുസുതി ഞങ്ങളെ പോലെയാണ് സന്തോഷം. അത്രയും ഇതിനുള്ള മറുപടി ഉള്ളൂ. ഇനിയും വരും കമന്റ്. കഴിഞ്ഞ ദിവസം ഓന്ത്, ഹിപ്പോപ്പൊട്ടാമസ്, ഡിനോസർ. എനിക്കൊന്നും ക്യാമറയുടെ ആംഗിൾ നേരിട്ട് കാണാൻ ആരും എന്നെ ഒന്നും പറയില്ല. പറയുന്ന ആൾക്കാരുടെ പ്രൊഫൈൽ പിക്ചറോ അല്ലെങ്കിൽ അവരുടെ ബാക്കി ഫോട്ടോസ് നോക്കുമ്പോ എവിടെ അറിയാം. എന്നെ വിളിക്കുന്നത് എടി കുലസ്ത്രീ ആകടി എന്നൊക്കെ പറഞ്ഞ് ചിലവരൊക്കെ വിളിക്കുവേ. ചെന്ന് ഞാൻ പ്രൊഫൈലൊക്കെ എടുത്ത് നോക്കുമ്പോ തുണിയില്ല മണിയില്ലാതെ കുറെ ഫോട്ടോകളും ഇട്ട് ഇവളുമാരൊക്കെ ഇരിക്കുക ഒറിജിനൽ പ്രൊഫൈലിൽ നിന്ന്. ഇങ്ങനെ നിൽക്കുന്നു, അങ്ങനെ നിൽക്കുന്നു. എന്നെ എടി കുലസ്ത്രീ ആകടി. അപ്പൊ ഞാൻ ഈ കുലസ്ത്രീ എന്ന് കണ്ടാലോ എന്ന് പ്രൊഫൈൽ നോക്കുമ്പോ പിന്നെ തീർന്നു. ചിലപ്പോ അവരിങ്ങനെ കുലസ്ത്രീ ആവടി എന്ന് പറയുമ്പോ എന്തായാലും നോക്കുമല്ലോ കുലസ്ത്രീ. ഇവളുമാരൊന്നും കിടന്നു കെട്ടി ശ്രമിച്ചിട്ടൊന്നും നടക്കുന്നില്ല, സോഷ്യൽ മീഡിയയിലൊന്നും ആവുന്നില്ല.
ഇങ്ങനെ ഇരിക്കുന്ന ഈ രേണുസുതി ആകെ ഇച്ചിരിയേ ഉള്ളൂ, മറ്റേ ഹോമിയോക്കുപ്പിയുടെ അത്ര ഉള്ള ഇവള് കിടന്ന് സോഷ്യൽ മീഡിയ ഭരിക്കുന്നോടി. ഇതൊക്കെയാണ് ഇവള് മാറുന്ന കുശിമിനും കുഞ്ഞായ്മയ്ക്കും കാരണം. അതെ, തീർച്ചയായിട്ടും. അപ്പൊ അങ്ങനത്തെ അസൂയിക്കുന്നു നമ്മള് കണ്ണും കൈയും കാതും ഒന്നും കൊടുക്കത്തില്ല. ഇപ്പൊ നമ്മൾ കാണുന്ന ഡ്രസ്സുകളാണെങ്കിലും നല്ല രസമുള്ള ഭംഗിയുള്ള ഡ്രസ്സുകൾ, ഓർണമെന്റ്സ് ഒക്കെ ഇട്ടിട്ട് ഒരുപാട് ഫോട്ടോഷൂട്ടുകളും കാര്യങ്ങളൊക്കെ കാണാറുണ്ട്. അതുപോലെ നമ്മൾ പോകുന്ന ഇന്റർവ്യൂസിലാണെങ്കിലും ഒക്കെ നല്ല സ്റ്റാൻഡേർഡ് ആയിട്ട് ഭംഗിയായിട്ടുള്ള ഡ്രസ്സുകൾ ധരിച്ചുണ്ട്. ഇതൊക്കെ നമ്മൾ വാങ്ങിക്കുന്നതാണോ അതോ സ്പോൺസേഴ്സ് ആണോ? ഡ്രസ്സിന്റെ കാര്യം പറയുമ്പോൾ ഞാൻ ഒരു ഇന്റർവ്യൂസിലൊക്കെ എന്നെ സംബന്ധിച്ച് എന്റെ മനസ്സിലൊന്നും നിൽക്കൂല, ഓപ്പൺ മൈൻഡാണ്. നമ്മളങ്ങ് പറയും. പക്ഷെ ഇവര് ഇതിന്റെ അടിയിൽ വന്ന് കമ്പനി ഇവള് എച്ചിക്കണക്ക് പറയുന്ന അവൾക്ക് അങ്ങനില്ല ഇങ്ങനില്ല, അവള് 24 മണിക്കൂർ അവൾക്ക് ഓട്ടോ, അവൾക്ക് ഡ്യൂട്ടി, പൈസയ്ക്ക് ഓടുവാണ്. പക്ഷെ ഇവള് ഇതൊന്നും, കൊച്ചിന് ബാഗ് മേടിക്കാൻ പൈസ, അവൾക്ക് ഡ്രസ്സ് മേടിക്കാൻ പൈസ ഇല്ല. സത്യം പറഞ്ഞാൽ ഞാൻ ഡ്രസ്സിന് കൂടുതലും 500 രൂപ കൂടുതൽ ഡ്രസ്സൊന്നും ഞാൻ മേടിച്ചിട്ടില്ല. ഉള്ളപ്പോൾ ഞാൻ മേടിപ്പിക്കത്തില്ല. നേട്ടം ചോദിക്കും നീ എന്തിനാണ് വില നോക്കുന്നത്, അന്നൊക്കെ എണ്ണയിൽ ഉള്ളപ്പോഴേ എന്നിട്ട് പോലും മേടിപ്പിക്കത്തില്ല. അങ്ങനെ ഒരാളാണ് ഞാൻ. പിന്നെ കൂട്ടുകാർ തന്ന ഡ്രസ്സുകളൊക്കെ ഞാൻ ആൽബങ്ങളിലൊക്കെ ഇടും. അതുപോലെ തന്നെ എന്താ പറയാ, പിന്നെ അങ്ങനെ അവർ ഇട്ട ഡ്രസ്സ് കൊണ്ട് അല്ലാത്തൊക്കെയാണ് ഇടാറുള്ളത്. ഞാൻ അങ്ങനെ അധികം മേടിച്ച് കൂട്ടാറൊന്നുമില്ല, ഇല്ല നമുക്കതിൽ. അപ്പം അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ കഴിഞ്ഞ എൻ്റെ കൂടെ ഏവിയേഷൻ നേരത്തെ ഏവിയേഷൻ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ ഉള്ള ബന്ധമാണ്. അവളിപ്പോൾ ഏവിയേഷൻ ടീച്ചറാണ്, കരീഷ്മ എന്നാണ് പേര്. അവളെ ഞാൻ കണ്ടുമുട്ടുകയും അവൾ നോക്കിയപ്പോൾ ഞാൻ ഷൂട്ട് കഴിഞ്ഞ് ഒരു വലിയ ബാഗും ഒരു കീറിയ ബാഗ് കീറിയത് അത്യാവശ്യം ഒരു വേറെ ബാഗ് കീറിയ ബാഗും ഒക്കെ ഇട്ട് നീ എന്തുകൂടെ ഇങ്ങനെ ഇതാണോ നീ വന്നേന്ന് അവള് കുറെ ഡ്രസ്സും മേടിച്ചു തന്നു, ബാഗും മേടിച്ചു, ചെരുപ്പും. ഞാൻ എനിക്ക് വേണ്ട നീ ഇങ്ങനെ പറയത്തുള്ളെന്നറിയാം. അപ്പൊ എനിക്കറിയാം എന്നെ സ്നേഹിക്കുന്ന ഒരുപാട് പേരുണ്ടല്ലോ എന്ന്. അവർക്കിപ്പോ ഫേമസ് ആകാനൊന്നും അവർക്ക് അതിന്റെ ആവശ്യമില്ല. ഒരു സെലിബ്രേറ്റ് ലൈഫ് ആഗ്രഹിക്കുന്നവരൊന്നുമല്ല അവൾ അങ്ങനെ ഒരു ആളല്ല. അവൾ ഒരു ഏവിയേഷൻ ടീച്ചറാണ്. അപ്പൊ അവൾക്ക് ആ വിഷമം വന്ന് എന്നെ കണ്ടപ്പം. നേരത്തെ തൊട്ടുള്ള പരിചയമുള്ള കുട്ടിയാണ് അവള്. അപ്പം അവൾ എനിക്ക് മേടിച്ചു തന്നാണ് ഒരു ഡ്രസ്സല്ല, അത്യാവശ്യം ഒരു 7, 8, 9, 10 ഡ്രസ്സോളം മേടിച്ചു തന്നിട്ടുണ്ട് ബാഗായിട്ട്. ഇന്ന് അവള് പറയിപ്പിക്കുന്നു, അവൾ എന്നോട് പറയരുതെന്ന് ഞാൻ പറയാം, എന്റെ സന്തോഷം അത്. അതുപോലെ ഈ ഡ്രസ്സ് ഒരു ഇന്റർവ്യൂവിന് പോയപ്പോ ഒരു ചേച്ചി ഗിഫ്റ്റ് തന്നാണ് ഇന്നിട്ടത്. ഇന്നാണ് ഞാൻ ഇടുന്നത്. അങ്ങനെ ഒരുപാട് നല്ല മനസ്സുള്ളവരൊക്കെ എനിക്ക് ഇങ്ങനെ സഹായങ്ങളൊക്കെ ചെയ്യുന്ന ഇതൊക്കെ നമ്മുടെ സമ്മാനങ്ങളായിട്ട് ഗിഫ്റ്റുകൾ, സഹായം സന്തോഷത്തോടെ തരുന്നത് നമ്മൾ സന്തോഷത്തോടെ സ്വീകരിക്കും. സന്തോഷം. പിന്നെ ഗോൾഡിന്റെ ഒരു ചെയിൻ ഗിഫ്റ്റ് ചെയ്തിരുന്നു. അത് പറക്കാട് ജ്വല്ലറി. ഞാനിപ്പോ ഇന്നലെ ഒരു വെബ് സീരീസിന് അതിന്റെ ഒരു ഷൂട്ടിന് ആവശ്യമില്ലായിരുന്നു ആ ഒരു അപ്പൊ ഞാൻ ഒരു ബാഗിൽ വെച്ചാണ് പറക്കാട് ജ്വല്ലറി, പ്രീതി മാം. അതുപോലെ നമ്മളെ സപ്പോർട്ട് ചെയ്യുന്നവരുണ്ട്, ഒരുപാട് സ്നേഹിക്കുന്ന, നമ്മുടെ സാഹചര്യങ്ങളെ മനസ്സിലാക്കിക്കൊണ്ട് സപ്പോർട്ട് ചെയ്യുന്ന സമൂഹത്തിൽ നല്ല നിലയിലുള്ള വിവരവും ബുദ്ധിയും ഉള്ള ആൾക്കാരൊക്കെ ഞാൻ കണ്ടതിൽ അങ്ങനെ. വിവരവും ബുദ്ധിയും വിദ്യാഭ്യാസം ഉള്ളവരൊക്കെ എന്നെ സപ്പോർട്ട്. ഒരു പണിയില്ലാതെ ചൊറിയും കുത്തി ഇങ്ങനെ ഇരിക്കുന്നതുങ്ങളാണ് അതായത് ഇവളമാരിമാര് എന്ത് ചെയ്തിട്ടും രേണുസുതി താഴൊന്നുമില്ല, വീട്ടിൽ ഇരിക്കുന്നുമില്ല. ഇവളമാര് 2 കുറ്റം പറഞ്ഞിട്ട് 2 നെഗറ്റീവ് പറഞ്ഞിട്ട് തിരിഞ്ഞു നോക്കും, അടുത്ത റീല് വന്നിരിക്കും രേണുസുതിയുടെ. ഇവക്ക് ഇതൊന്ന് കഴിഞ്ഞ ദിവസം വേറൊരു കമന്റ് കണ്ടേ, രേണുസുതിയുടെ തൊലിയൊന്നും കിട്ടുമോ ഒരു ബുള്ളറ്റ് പ്രൂഫ് അത്രയ്ക്ക് തൊലിക്കട്ടെ. ഇതെങ്ങനെ നേരിടുന്ന രേണു എന്നാ ചോദിക്കുന്നത്. അതെ തീർച്ചയായിട്ടും. ശരിക്കും ബുള്ളറ്റ് പ്രൂഫ് ആയിട്ടുള്ള തൊലി അങ്ങോട്ട് എടുത്ത് അത് വേണം ഇപ്പോഴത്തെ സമൂഹത്തിൽ ജീവിക്കാൻ. മിക്കവാറും ആ ബുള്ളറ്റ് വന്ന് 2ആയിട്ട് കീറി പോകത്തേ ഉള്ളൂ. എനിക്കതാ തോന്നുന്നു, അത്രയ്ക്ക് തൊലിക്കട്ടി ആയി. അത് വേണമല്ലോ അല്ലെ. ഇപ്പൊ ഇനി ഒരു അമ്മ ഒറ്റയ്ക്ക് നിന്ന് മക്കളെ വളർത്തണം, നമ്മൾ ഒറ്റയ്ക്ക് ജീവിക്കാനായിട്ട് തീരുമാനിച്ചു നിൽക്കുന്നതാണ്. ഇനി ഭാവിയിൽ ഒരു വരനെ കുറിച്ച് ചിന്തിക്കുന്നുണ്ടാവില്ലെന്ന് എനിക്ക് മനസ്സിലായി. ഇനി അത് ചോദിക്കുന്നത് വളരെ മോശമാണ്. അതുകൊണ്ട് അത് ഞാൻ ചോദിക്കുന്നില്ല. അതെ. അപ്പൊ എന്തായാലും നല്ലൊരു അമ്മയായിട്ട്, മക്കളുടെ ഏറ്റവും ബെസ്റ്റ് ഒരു അമ്മയായിട്ട് തന്നെയാണ് ഇപ്പോഴും മുന്നോട്ട് പോകുന്നതെന്നുള്ളത് കാറിലിരുന്ന കോളിൽ നിന്ന് എനിക്ക് മനസ്സിലായ കാര്യമാണ്. പിന്നെ വേറെ കാര്യമുണ്ട്, നമ്മൾ എപ്പോഴും എന്താ പറയാ ബോൾഡ് ആകേണ്ട സ്ഥാനത്ത് നമ്മൾ ബോൾഡ് ആവും, സോഫ്റ്റ് ആകേണ്ട സ്ഥാനത്ത് നമ്മൾ സോഫ്റ്റ്. പിള്ളേരോട് 24 മണി ഇങ്ങോട്ട് എടുത്തോണ്ട് പോ. അങ്ങനെ ഒരു അമ്മ എനിക്ക് തോന്നുന്നില്ല ഞാനൊരു നല്ല അമ്മയാവും, ഒരിക്കലും അല്ല. പക്ഷെ പിള്ളേരുടെ അടുത്ത് വഴക്ക് പറയേണ്ട സ്ഥാനത്ത് വഴക്ക് പറയും, അവരുടെ അടുത്ത് സോഫ്റ്റ് ആയിട്ട് ഇടപെടേണ്ട സ്ഥാനത്ത് സോഫ്റ്റ് ആയിട്ട്. പിള്ളേരെന്നല്ല, എൻ്റെ ഫ്രണ്ട്സ്, എനിക്ക് ചുറ്റുമുള്ളവർക്ക്, എന്നെ അടുത്തറിയാവുന്ന കുറച്ച് പേർക്കറിയാം ഞാൻ ആരാണ്, എന്താണ് എൻ്റെ വീക്ക് എവിടെയാണ്, അല്ലെങ്കിൽ ഞാൻ എപ്പോഴാണ് വിഷമിക്കുന്നത്, എന്ത് പറഞ്ഞാലാണ് എന്നെ തളർത്താൻ പറ്റുന്നത് ഇവർക്കറിയാം. കാരണം ഞാൻ അങ്ങനെ എപ്പോഴും ഇങ്ങനെ ഏറും കടിച്ചു പിടിച്ചോണ്ടിരിക്കുന്ന ഒരാളല്ല ഞാൻ. സന്തോഷിക്കുന്നുണ്ട്, ചിരിക്കുന്നുണ്ട്, അല്ലാതെ ഇടപെടുന്നുണ്ട്, സന്തോഷത്തോടെയും. കരയേണ്ട സ്ഥാനത്ത് നമ്മൾ വിഷമിക്കേണ്ട സ്ഥാനത്ത് വിഷമിക്കുന്നുണ്ട്. ഒരു സാധാരണ ഒരു പച്ചയായുള്ള മനുഷ്യൻ, എല്ലാ ഫീലിങ്സോട് കൂടിയ ഒരു പച്ചയായിട്ടുള്ള മനുഷ്യനാണ് ഞാൻ. പ്രത്യേകതരം സാധനമൊന്നുമല്ല ഞാൻ. ഈ പറയുന്നവരൊക്കെ വിചാരം
എന്നാ പറഞ്ഞാലും ഇങ്ങനെ ഇതാണ് അവളുടെ സ്വഭാവം എന്നൊക്കെ ആയിരിക്കും. അവളെ അഹങ്കാരി, അവളെ ഇപ്പം വരും എന്നാ അഹങ്കാരം അവൾക്ക്. ഭർത്താവ് മരിച്ചിട്ട് സന്തോഷിക്കുന്ന ഒരു സ്ത്രീയെ കണ്ടിട്ടില്ല. ഇങ്ങനെയൊക്കെയാണ് പറഞ്ഞത്. ഒരിക്കലും ആർക്കും ഈ അവസ്ഥ വരാതിരിക്കട്ടെ. എല്ലാവരുടെയും ഭർത്താക്കന്മാരും ഭാര്യമാരും ഒരുമിച്ച് സന്തോഷത്തോടെ 100-1000 വർഷം ജീവിക്കട്ടെ എന്ന് ഞാൻ പറയുന്നു. കാരണം എന്റെ അവസ്ഥ വേറൊരാൾക്കൊന്നും അത് താങ്ങത്തില്ല. എന്നെ പോലെ ആരും താങ്ങത്തില്ല. എനിക്ക് തോന്നുന്നു ഒരു സുധിച്ചേട്ടന്റെ വൈഫ് ആയതുകൊണ്ടാണ് പെട്ടെന്ന് ഒന്നും കൂടെ നമുക്ക് ഇതിലേക്ക് വരാൻ പറ്റിയത്. അല്ലായിരുന്നു രേണു സുധി ഇപ്പൊ ഒത്തിരി ഒറ്റയ്ക്ക് അല്ലെ എല്ലാ കാര്യങ്ങളെയൊക്കെ തരണം ചെയ്ത് ഒരുപാട് വിഷമത്തിലേക്ക് തന്നെ കൂപ്പൂത്തിയിരുന്നേനെ. ഇപ്പൊ നമുക്ക് തിരക്കുകൾ വന്നത് കൊണ്ട് മാത്രമാണ് നമുക്ക് മനസ്സമാധാനം. കാരണം ആ വിഷമത്തെ കുറിച്ച് വീണ്ടും വീണ്ടും ചിന്തിക്കാൻ നമുക്ക് സമയമില്ലല്ലോ. ഇപ്പൊ വെറുതെ ഒറ്റയ്ക്ക് ഇരുന്നിട്ട് ഉറപ്പായിട്ടും ചിലപ്പോൾ ഡിപ്രഷൻ സ്റ്റേജിലൂടെ കടന്നു പോകേണ്ട ഒരു വ്യക്തിയായിരുന്നു അല്ലെ. ഒരു പെണ്ണിന് ഒരു പെണ്ണെ മനസ്സിലാവും. അതെ, തീർച്ചയായിട്ടും. നമുക്ക് ഹസ്ബൻഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും കൂടെ ജീവിതകാലം മുഴുവനും ഉണ്ടാകുമെന്ന് നമ്മൾ വിശ്വസിക്കുന്ന ആള്. അപ്പൊ ആള് നഷ്ടപ്പെട്ടു പോകുമ്പോൾ ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് നേരിട്ട് എക്സ്പീരിയൻസ് ചെയ്ത ആളാണ്. എനിക്ക് തോന്നുന്നു അതിൽ നിന്ന് ഈ പെട്ടെന്ന് ഒരുപാട് ആൾക്കാർ ചുറ്റിനും ഉണ്ടായി. അത് സുധിച്ചേട്ടൻ അത്ര ഫെയിം ആയതുകൊണ്ടാണ്. ആ സുധിച്ചേട്ടന്റെ ഫെയിമാണ് രേണുവിലേക്ക് വന്നത്. അതിൽ നിന്ന് ഇപ്പൊ ഈ ലെവൽ വരെ എത്തിയിട്ടുണ്ടെങ്കിൽ അതും ഒരു ദൈവാനുഗ്രഹം തന്നെയാണ്. അല്ലെങ്കിൽ ഒരു പക്ഷെ തീർച്ചയായിട്ടും ആ 2 മക്കളെ വെച്ചിട്ട് ഒറ്റയ്ക്ക് പൊരുതി ജീവിക്കാൻ ഒത്തിരി ബുദ്ധിമുട്ടിയാനല്ലോ. അപ്പൊ അതിനെക്കുറിച്ച് അങ്ങനെ തന്നെ ആയിരിക്കും തോന്നല്ലേ പറയാനുള്ളതും. ഇതൊക്കെ തന്നെയാണ് പറയാനുള്ളത്. അതെ, നമ്മൾ ഡിപ്രഷനിലേക്ക് പോകുന്ന ഒരു സ്റ്റേജിൽ നിന്ന് നമ്മളെ അങ്ങനെയൊക്കെയാണ് പലരും ആഗ്രഹിക്കുന്നത്. അതെ അതെ, പച്ചക്കറിയായിട്ട് നടക്കണം, ഒരു മൂലക്കകത്തിരിക്കണം, ഡിപ്രഷൻ. പക്ഷെ എന്റെ കുഞ്ഞുങ്ങളോട് കാണിക്കുന്ന വെറും ഒരു മോശമല്ലേ അത്. എന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടിയിട്ട് അവരെനിക്ക് സുധിച്ചേട്ടൻ തന്ന 2 മക്കളെയും അവരെ ഒരുപോലെ സ്നേഹിക്കുക, അവർക്ക് വേണ്ടി കരുതുക, എന്തെങ്കിലും എന്നെ കൊണ്ട് പറ്റുന്ന കരുതുക. പിന്നെ പ്രായമായിട്ടുള്ള അപ്പനെയും അമ്മയും നോക്കുക. അവരെന്റെ കുഞ്ഞിനെ, ആ ഇളയ കുഞ്ഞിനെ നോക്കുന്നില്ലേ? മൂത്ത കുട്ടി വലിയ കുട്ടിയാണ്. അപ്പൊ ഈ ഇളയ കുഞ്ഞിനെ ഞാൻ ഈ ഷൂട്ടിന് പോകുമ്പോൾ ആരാ നോക്കാനുള്ളത്? എനിക്ക് പുറത്തുനിന്ന് ഒരാളെ വിളിച്ച് നോക്കണ്ട. കുട്ടിയുടെ അച്ഛനും അമ്മയും പ്രായം അവരെ കൊണ്ട് കളയുമോ? ഇല്ലല്ലോ. നമ്മൾ ചേർത്ത് നിർത്തുമല്ലേ ചെയ്തത്? ഇല്ലേ? ഇപ്പൊ ഒരു വീട്ടിൽ താമസിച്ചില്ലേലും സമയം കിട്ടുമ്പോ കാണത്തില്ല അവരെ. നമുക്കുള്ളത് നമ്മൾ കൊടുക്കത്തില്ലേ? കാരണം അവര് പ്രായമായിട്ടുള്ള അച്ഛനും അമ്മയാണ്. നമ്മളും ഒരിക്കൽ പ്രായമാകും. കർത്താവ് നേരത്തെ വിളിച്ചില്ലേ നമ്മളും പ്രായമാകുകയും ജീവിക്കും. അപ്പൊ നമ്മൾക്ക് ആരെങ്കിലും വെള്ളം കുടിക്കാൻ തരണ്ടേ? നമ്മൾ എങ്ങനെയാണ് അപ്പനെ അമ്മയെ തള്ളിക്കളയുന്നത്? പലരും പറയുന്നത് സൂചിച്ചാണ്ട് അല്ല എന്റെ അപ്പനെ അമ്മ എന്തിനാണ് അവിടെ നിൽക്കുന്നതൊക്കെ ചോദിക്കുന്നത്. അതിന്റെ ഉത്തരവാണ് നമ്മൾ ഒരിക്കലും നമ്മുടെ അപ്പനെ ജനിപ്പിച്ച അദ്ദേഹം തള്ള എങ്ങനെ തള്ളിക്കളയാനാണ്? ഒരിക്കലും തള്ളിക്കളയാൻ. അത് പാപമാണ്, മഹാപാപമാണ് ചെയ്യുന്നത്. അതൊക്കെ നമ്മുടെ മര്യാദയാണ്. അതില്ലാത്ത ആൾക്കാരായിരിക്കും അതിനെ കുറിച്ച് കൂടുതൽ പരാമർശിക്കുന്നത്. ഇതുങ്ങളെ ഈ പറയുന്നവന്മാരെ തന്തേം തള്ളേ പ്രായമായ തന്തേം തള്ളേം കൊണ്ട് മറ്റേ വൃദ്ധസദനത്തിൽ വിട്ടിട്ട് ഓടി വന്ന് എനിക്ക് മെസ്സേജ് അയക്കുന്ന, നീ എന്താടി നിന്റെ അപ്പനെ അമ്മ അവിടെ നിന്ന് വിട്ടറി? അവറ്റകളുടെ സ്വഭാവമാണ് പറയുന്നത്. നമുക്ക് മനസാക്ഷിയുള്ളവരാണ്, നമ്മൾ അങ്ങനെ ചെയ്യൂല. സുധിച്ചേട്ടന്റെ ഫാമിലി നമ്മളുമായിട്ട് സപ്പോർട്ടായിട്ട് സന്തോഷം. അവര് സപ്പോർട്ടാണ്. കാരണം അമ്മയ്ക്ക് നേരത്തെ ഇപ്പൊ വയ്യാതെ ആയിട്ട് കുറച്ച് നാളായി. അല്ലെങ്കിൽ അമ്മയ്ക്ക് നമ്പറുണ്ട്, അമ്മ നമ്പർ കുത്തി വിളിച്ചു എന്റെ കൊച്ചെ നീ എന്നാ ഫോൺ എടുക്കാത്തവരേ ഉള്ളൂ. ഞാൻ ഈ ഫോൺ എടുക്കത്തില്ലോ. കുഞ്ഞൻ എന്തിയെ? പിന്നെ കിച്ചു വീഡിയോ കോൾ ചെയ്യുമ്പോൾ കുഞ്ഞിനെ കാണിക്കും, ഞാൻ ഹായ് പറയും. പിന്നെ സൂചന്റെ പെങ്ങൾ വല്ലപ്പോഴും വിളിക്കും. സൂചന്റെ ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന ഏടത്തി ഏട്ടാണ്, ചേട്ടന്റെ വൈഫ്. എന്ത് കാര്യമാണല്ലോ ഇപ്പൊ ഞാൻ മെസ്സേജ് എടുത്ത് എവിടെ ഞാൻ ഇവിടെ ഒരു ജോലിക്കാരാണ്. രേണു ഞങ്ങൾക്ക് കുഞ്ഞിനെ വന്ന് കാണണമെന്നുണ്ട്, വീട്ടിലോട്ട് വരണമെന്നുണ്ട്, ഞങ്ങളെല്ലാം തിരക്കാണ്. അതുകൊണ്ട് എന്നിട്ട് ഇടയ്ക്ക് കിച്ചനെ വിടുമ്പോ തന്നെ അവര് ചെരുപ്പും അത് ഡ്രസ്സും ഒക്കെ മേടിച്ചു കൊടുത്തിടും കുഞ്ഞിന്. അവരുടെ കുഞ്ഞല്ലേ, അവരുടെയും കൂടെ കിച്ചുവിനെ പോലെ തന്നെയുള്ളു ഋതപ്പനും. അവർ രണ്ടും ഒരുപോലെയാണ്. ഒരു അച്ഛന്റെ മക്കളല്ലേ, ഒരു അമ്മയുടെ അവരുടെ വീടല്ലേ. അവരെന്തിനാണ് നമ്മളോട് പിണങ്ങുന്നത്? ഒരിക്കലും പിണങ്ങത്തില്ലല്ലോ. ഈ മനുഷ്യരും കുറെ വ്ളോഗേഴ്സും കുറെ കള്ളത്തരം പറഞ്ഞ് തന്നെ എന്നെ അപമാനിക്കുന്ന കുറെ വ്ളോഗേഴ്സ്, ഒറ്റകളൊക്കെ ഉണ്ടാക്കുന്ന കുറെ കാര്യങ്ങൾ ഞങ്ങൾക്ക് തമ്മിൽ, ഞാനും കൊല്ലത്തെ അമ്മയോ അല്ലെങ്കിൽ ചേട്ടനോ ചേടുത്തിയോ ആയിട്ടോ ഒന്നും യാതൊരുവിധ പ്രശ്നങ്ങളും ഇന്നേ നിമിഷം വരെ ഇല്ല.